നിന്നോ നിന്നെ വിളിക്കണ്ട് ഇറക്കാൻ. വാടാ. വാ ഇങ്ങോട്ട് വാ. ഓടി ഓടി വാ. ഓടി ഓടി വാ. കുട്ടിനെ ഇറക്കി വിട്. ഇറങ്ങ. അവനെ ഇറക്കാൻ പറയണ്. ഇറങ്ങടാ ഇറക്കടാ. ഇല്ല. പപ്പായ കഴിക്ക്. പപ്പായ കഴിച്ചിടി. അതാ റോക്കി വിളിക്കണു. റോക്കിയേ വാടാ. വിളിക്കുമാ. ഓടി 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 വാ. പപ്പായ കാക്ക കൊത്തിയിരിക്കണു. അമ്മ പറിച്ചിട്ട് വന്നാണ്. വലിയ പപ്പായ കിട്ടി. അതാ ചാടിയല്ലേ മേലെ. ബാങ്ക് കൊടുക്കുന്ന സമയാ. സമയം അറിയില്ല അല്ലേ. ഇംഗ്ലീഷ് പത്രത്തിൽ ഇങ്ങനെ ബയോക്കുറി ഒക്കെ ഉണ്ട്. മലയാളത്തിൽ പാലക്കാട് മാത്രം അതുപോലെ ആക്കാൻ പറയണം കേട്ടാ. എന്നത്തേന് വൈകുന്നേരം തരാം. വേണ്ടടാ. കുഞ്ഞാവേ മഴക്കാലമാണ്. തണുത്തിട്ട് വയ്യാലേ. ഒരു രക്ഷയില്ല. എന്നെ കൂട്ടിലാക്കാണ്ട് വടിയെടുക്ക സ്കെയിലെടുക്കുന്നു. എന്നെ കടിച്ച് ഇതാക്കി കയ്യിലൊക്കെ. വെളിവാസു ഒരു രക്ഷയില്ല മോനെ. ദേ എവിടെ കൊണ്ടിട്ടാലും റബ്ബർ പോലെ വരും. അത് ഇന്നത്തെയാണ് ഞാൻ പറയുന്നില്ലേ. ഇപ്പൊ അറിയല്ലോ കുട്ടിക്കല്ലോ. ഞാനല്ല അവളാണ്. മിന്നാണ് മിന്നു. അതാ ഞാൻ വന്നല്ലോ. പറ ഞാൻ വന്നല്ലോ. വെളിവാസു 8 വരെ മടിച്ചിരിക്കുന്ന കേരളത്തില് മഴ. ഇത് എന്തിന്റെ കുഞ്ഞാണ്? ഡ്രാഗൺ. അത് ഇന്നത്തെ ആടാ. ആസത്തെ വേറെ പേപ്പർ. അടുക്കളയിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. റെഡ്മി റെഡ്മി അടുക്കള കാണണ്ട. അതാ ഇറങ്ങുമ്പ 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 ഇറക്കണ നിന്നെ. നീ എനിക്ക് ഒത്തുവോ? സോറി പറ എന്നാലേ എന്നെ എടുക്കുള്ളൂ. നീ എന്തിനു കൊത്തി? ഇറങ്ങടാ ഇറക്കടാ. എന്തിനെവിടെ ഇരുത്തിട്ട് പോയി പറയണേ. മിന്നുവിനോട് ഇരുത്തിട്ട് പോയത്. പേപ്പർ ഇങ്ങനെ കീറിക്കുക. അവളുടെ കൂട്ടി നിൽക്കില്ല. ഇറക്കടാ. ഇതാടാ ഇറക്കടാ ഇറങ്ങടാ ഇറക്കടാ പറഞ്ഞിട്ട് ഉയരമുണ്ടോ ചെക്കെ? അവിടെ നിക്കണം നീ. അവിടെ നിന്നു. ഓ ഇതടച്ചു. അവിടെ നിന്നോട്ടമ്മാ. ഞാൻ പോട്ടെ.
അമ്മ ചാടി വന്നേ മേലേക്ക്. ഒരു തേങ്ങന്റെ അത്ര ഒരു പപ്പായ ഞങ്ങളുടെ അവിടെ കാച്ചത് കണ്ടോ. നന്നായി നന്നായി. എന്താ ഒരു വികൃതിയാണിത്. എന്താ കാണിക്കണേ? പഠിക്കാൻ അയക്കണ്ടടാ പെണ്ണെ. അതിന്റെ ഉള്ളിക്ക് പോവാണ് അവൻ. തല മാത്രം പോവുള്ളൂ. അവനാണെങ്കിൽ നുഴഞ്ഞേറ്റക്കാരനാണത്. അതിർത്തി കൊണ്ട് വിടണവനെ. ഈ ചാടാണ് വിരുവപ്പുറത്തേക്ക് ഇല്ലില്ല. ഉണ്ടാക്കണ്ടമ്മോ. എന്താ അല്ലേ റോക്കിന്റെ സീലില്ലാത്തൊരു സാധനം ഇല്ല ഇവിടെ. കഴുത്ത് കുടുങ്ങിയാ ഫയർഫോഴ്സ് കണ്ടുവരോടാ. കത്രിക എടുത്ത് വെട്ടിക്കളയണം. ഓ പറയും ഒരു അടി കൊടുക്കാനും. ചെയ്യോ അവനാണ് അപ്പീടുണ്ടായിട്ട് അപ്പീടെ പോലെ തോന്നുന്നു. അതാ പാല് കാലത്ത് കഴിച്ചില്ലേ. തോറ്റേടി നിങ്ങൾ എന്ത് കണ്ടാലും പിടിച്ചു മാന്തണ്ട. തൊട്ടല്ലോ. അല്ല അവിടെ കാക്കപ്പുള്ളിയിൽ ഇങ്ങനെ ആക്കണ എന്തിനാണ്? എനിക്ക് പേരിക്കില്ലേ. എന്താ വീഡിയോ എടുക്കല്ലേ. രണ്ടിനെയും കൊണ്ട് പോയി ഇവിടുന്ന്. നിന്റെ അടുത്ത് കൂട്ടിൽ ആക്കാൻ പറഞ്ഞ കൂട്ടിലാക്കാൻ പറഞ്ഞപ്പോ കൂട്ടിലാക്കണ്ട ഇവിടെ കൊണ്ടാക്കുകയും പറഞ്ഞു. ഇപ്പൊ കൊണ്ടുപോകും. എനിക്ക് വേണ്ടപ്പാ. എനിക്ക് വീട്ടിൽ പണിയുണ്ട്. ഒരു വടി എടുത്തിട്ട് വന്നിട്ട് കുക്കറിന്റെ അടുത്ത് വന്നിട്ട് ഒരു അടി കൊടുത്ത ചോറ് വരും. അതുപോലെ ഇവിടെ എന്താ പണി പറയുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ് കേട്ടാ. പിന്നെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് ഒരു പണിയില്ല എന്നാണ് വിചാരം. കാലത്ത് ഇടിയപ്പം, ഉച്ചക്ക് ചോറ്, ഞാൻ വൈകുന്നേരം ചപ്പാത്തി. പെണ്ണുങ്ങൾക്ക് ആ പെണ്ണ് തല വരുന്നു. പെണ്ണ് കണ്ടാ. ആ പെണ്ണിന്റെ അടുത്ത് പോണ്ടമ്മ. പെണ്ണ് പ്രാന്തി പെണ്ണ് ഓടിച്ചു വിട്ട കണ്ടാ. നീ കാരണം പഠിക്കാൻ പറ്റില്ല അവൾക്ക്. നമുക്ക് പോണ്ടാട്ടെ ഇനി അവളുടെ അടുത്തേക്ക്. കേട്ടാ. നമുക്ക് പണി ചെയ്യാ. കപ്പയ്ക്ക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വഴുതിരിങ്ങ വറുക്കല്ല റോസ്റ്റ് ചെയ്യാൻ. ഇത് കണ്ടോ മുക്കുറ്റി. ഇത് വെള്ളം തിളപ്പിച്ച് കുടിച്ചു പറഞ്ഞാൽ നല്ല ഗുണമുള്ളതാണ് കേട്ടോ. ഒരുപാട് ബെനിഫിറ്റ് ഉള്ളതാണ്. ഞാൻ പറയുന്നില്ല. ഷുഗറിന് നല്ലതാണ്, ശരീരത്തിന് ആരോഗ്യത്തിന് നല്ലതാണ്, അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ നല്ലതാണ്. അപ്പോൾ അത് വെള്ളം തിളപ്പിച്ച് കുടിച്ചു പറഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റുള്ള ആയുർവേദം നല്ലൊരു മരുന്നാണിത്. ഇപ്പോൾ അങ്ങനെ കിട്ടുന്ന ഇപ്പോൾ നല്ല സീസണാണ് കിട്ടാൻ. എവിടെ കണ്ടാലും വലിച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക. പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ. കോഴിക്ക് തിന്നാം. അയ്യോ ബോക്സിനുള്ളിൽ ഇറങ്ങടാ. നീ ഇറങ്ങടാ. ഇത് വലിയ പപ്പായ, ഇത് കുഞ്ഞു പപ്പായ. കണ്ടാ. ഇത് നോക്കടാ നിന്റെ പപ്പായ. ഞാൻ ഒന്ന് വലിച്ചിട്ട് വന്നാണ് നമ്മുടെ തൊടിയിൽ പോയിട്ട്. അവിടെ തൊടിയിലല്ല കേട്ടോ, പഞ്ചായത്തിന്റെ സ്ഥലത്ത് വെച്ചത്. കണ്ടോ വലുത് തേങ്ങൻ്റെ അത്രയുണ്ട്. കണ്ടോ പഴുത്തിട്ട് കൊത്തി അവിടെ ഒരു പ്രാണി വന്ന് കടിച്ചിട്ട് ദേ കണ്ടോ അണ്ണയാ തോന്നുന്നു. ഇനിയുണ്ട് നിൽക്കുന്നുണ്ട് പപ്പായ നിറയെ. കഴിക്കണ പപ്പായ കൂറുമ്പ. ഇതിൻ്റെ ഉള്ളിലേക്ക് പൊക്കോ പോ. അതിൻ്റെ ഉള്ളിൽ എന്താ നോക്കി പോയിട്ട്. ഇനി ആ പെണ്ണിന്റെ അടുത്ത് പോയ പെണ്ണ് അടിക്കുന്നില്ല. റോക്കിനെ പോലെ വെറുതെ ഇരിക്കില്ലല്ലോ ബഗിലി ബാസു. നല്ല കാന്താരി മുളക് കിട്ടിയിട്ടുണ്ട്. അടുത്ത വീട്ടിൽ കുട്ടി തന്നതാണ്. കണ്ടോ നമ്മുടെ റോക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കൊണ്ട് കൊടുത്തു നോക്കട്ടെ. എടുത്തു വരണം. അതത് വെളി പോണത്. നീ എന്ത് ചെയ്തടാ അവിടെ? അപ്പൊ പഠിക്കുന്ന ബുക്കിൽ പോയി അപ്പിയിട്ടില്ല. നീ ബുക്കിലിട്ടില്ല, മാറി. പക്ഷെ അത് ഇതിലേക്ക് വന്നു, ടാബിലേക്ക് വന്നു. പോരെ നമ്മുടെ മണി പ്ലാന്റ് വെച്ചു കേട്ടോ. ആ ചുണ്ടില് ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കായിരുന്നു അല്ലേ. പിന്നെ കാല് മുറിയുണ്ട് കേട്ടാ. എവിടെ ആക്കിയാലും ആ ബുക്കിൽ പേനി വന്ന് പിടിച്ചോളൂ. എഴുതാനേ അയക്കില്ല മിന്നും. അവന് കൂടുതൽ കൊണ്ടാക്കട്ടെ. അവനക്കൊന്നും ശരിയായല്ലോ.
അത് പാലും ബൂസ്റ്റും കൂടെ കൊടുത്തില്ലേ, അപ്പം പപ്പായും കഴിച്ചു. വയററിയാണ്ട് അങ്ങോട്ട് കഴിച്ചപ്പോൾ ദഹിക്കാണ്ട് തിന്നാണ് ഇത്ര നേരം, ഒരു മൂടില്ലാണ്ട്. ഓക്കെ, ഒന്ന് വിരയ്ക്ക് മരുന്ന് കൊടുക്കണം. ഒന്ന് വിടടാ കൈ. വിരയ്ക്ക് ഏത് മരുന്നാ കൊടുക്കണെന്നൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം ഞാൻ കാണിക്കാട്ടോ. അപ്പോൾ പിന്നെ പപ്പായ. പിന്നെ ഇതിന്റെ പേരൊന്നും ക്ലിയർ ആവണേ, ഞാൻ സ്പെക്സ് എടുത്തില്ല. നോക്കത് ആ മഷി എന്തോ ആയി, അത്രയാണ്. അതാണ് അതിന്റെ പേര്. കുഞ്ഞാവേ ഒരു ടീസ്പൂൺ തരട്ടെ. എന്താണ് അതിന്റെ പേര്? അറിയണില്ല അല്ലേ? ഇത് ക്ലിയറും അല്ല. ഓക്കെ, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടോളാം. How to pronounce it also. എന്നെ കൂട്ടിക്കൊണ്ടാക്കി കുട്ടി നീ പഠിക്കുക, വെറുതെ ഇതാവാ. ബാ മുത്തേ, ബപ്പുക ബാ, ബാ കൈ കയറ്, ബാ ബാ, കടിച്ച അമ്മ അടിക്കും. ബാ. എന്റെ അമ്മ ചീത്ത പടിയും വരും. എന്റെ അമ്മ നിങ്ങളെ ചീത്ത പടിയാണ് അടിച്ചാൽ. കൊഞ്ചിക്കൊണ്ട് നിൽക്കുന്ന പണി വേണ്ടടാ, വേണ്ടടാ, എന്നെ അങ്ങടെ ആക്കണ്ടടാ. ഓജടാ, ഇതന്നെ പണി. എന്റെ റോക്കി വിളിക്കണോ നിന്നെ? റോക്കി വാടാ. ഇവന്റെ കൂടി റോക്കിനെ ആക്കിയില്ലേ? ഞാൻ എന്തോ ഒരു ബോധലാക്കി. അവനാണെങ്കിൽ അത് ഇഷ്ടമാണ്. അപ്പൊ ഞാൻ മാറ്റാറുണ്ട്. അതാ പേടിയൊക്കെ മാറിയല്ലോ. പേടി മാറിയാ? ഒരു ഉമ്മോടുക്ക്. ഒരു ഉമ്മോക്കടി. ഓ പെണ്ണെ, എനിക്ക് പഠിക്കണ്ടേ, ഇതിനെ കൊഞ്ചിക്കൊണ്ടിരുന്നാ മതിയാ. അവിടെ ഇരിക്കുന്നേ, അവിടെ ഇരിക്കടാ. വീട്ടിൽ കൊണ്ടാക്കണ്ടെന്ന് നാക്കണ്ടെങ്കിൽ അവിടെ ഇരുന്നു. ടാറ്റാ. വരുന്നുണ്ട്. 5 മിനിറ്റ് ഇരിക്കില്ല സാധനം. മനുഷ്യന്മാരിന് ഇങ്ങനെ തലയിൽ കയറി ഇരിക്കുന്നത് കേട്ടോ വരുന്നത്. ഓ വേണ്ടി വേണ്ട ആൻറ്റി, അവിടെ നിന്ന് ചാടഞ്ഞടിച്ച് വേണ്ട ആൻറ്റി. അതാ റോക്കി വിളിക്കുന്നു. ചെവി പിടിക്കാനാണ്. കടിക്കാൻ തുടങ്ങിയ അവന് ഇടങ്ങേറ്. അവനെതിരായിട്ട് നിന്നാ അപ്പൊ കടിക്കും. കടിക്കണില്ല, കെണിയാണ് കളിക്കണം. ഇവിടെ വാടാ, ഇവിടെ വാടാ. ഞാൻ പിടിക്കില്ല കേട്ടോ. പിന്നെ നമ്മുടെ മകനല്ലേ, കൂട്ടിലാക്കിക്കോ. ഒരു കാല് പിടിച്ച അടുത്ത കാല് പിടിക്കും, അടുത്ത കാല് വിട്ടു കൊക്ക് പിടിക്കും. അപ്പൊ കൊക്ക് വീടുമ്പോഴേക്കും വെഞ്ഞി 2 കാല് പിടിച്ചിട്ടുണ്ട്. ഓ ചേണ്ടി ബാ, കൂട്ടിക്ക് പോവാ. പോവാ, നമുക്ക് റോക്കിന്റെ അടുത്തേക്ക് പോവാ. അമ്മോ ആന്റേടി പോറ്റേടി പോറ്റേടി പോറ്റേടി. മിയോ 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 പൂച്ച. അപ്പൊ കടിച്ച് 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 ഇങ്ങനെ പിച്ചുന്നാണ് പെണ്ണെ. തെമ്മടി തെമ്മടി. അപ്പം ഞാൻ ഒരു ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കിഡിലൻ ടേസ്റ്റിൽ. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആൾക്കാർ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യുക കേട്ടോ, ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ ഓക്കെ, ഞാനിവരെ കൂടുതൽ കൊണ്ടാക്കട്ടെ. എന്നിട്ട് കുറേ പണിയുണ്ട്. പച്ചക്കറിയിൽ കുറച്ച് വളമിടണം, പയർ കുത്തിയിട്ടതിൽ വളമിടണം, പിന്നെ ചോറും കൂട്ടാൻ വെക്കണം. അപ്പോൾ ഇന്ന് ഫുള്ള് പണിയാണ്.
ഇന്ന് നമുക്ക് ലൈവ് പോവാല്ലേ പിന്നെ വൈകിട്ട്? അത് കുറച്ച് കഴിഞ്ഞിട്ടാ ഇവിടെ ക്ലാസ് കഴിഞ്ഞിട്ട് ലൈവിൽ വരാം കേട്ടോ. ഇന്നലെ വരാൻ പറ്റില്ല. വീട്ടിൽ ഒരു ഫാമിലി ഒരു നല്ല എന്താ പറയുക ഒരു മരണം. അധികം പ്രായമില്ല. എന്നേക്കാളും വയസ്സ് കുറവുള്ള എൻ്റെ മാമൻ്റെ മോളാണ് മരിച്ചത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഭയങ്കര സാഡായിരുന്നു. കൊറോണ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 4 ദിവസം ചുമച്ച് കഴിഞ്ഞാൽ ന്യൂമോണിയ വരാൻ സാധ്യതയുണ്ട്. മറ്റേ പെണ്ണ് ന്യൂമോണിയ വരാൻ സാധ്യതയുണ്ട്. 4 ദിവസം ചുമച്ച് കഴിഞ്ഞാൽ ഉടനെ പോയി ഡോക്ടറെ കാണിക്കുക. അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. വെച്ചുകൊണ്ടിരിക്കരുത്. ഒരുപാട് ആൾക്കാർക്ക് അനുഭവങ്ങളുണ്ട്. ഞങ്ങളടക്കം ന്യൂമോണിയ ആയിട്ട് 4 ദിവസം ചുമച്ചു, ശ്രദ്ധിച്ചില്ല. ന്യൂമോണിയ ആയിട്ട് 8 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. കൊറോണ വന്ന ആൾക്കാർ ചുമക്കുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ വേണ്ട ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഓക്കെ, കൈവിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. വേണ്ടപ്പെട്ടവരിനെ എന്താ പറയുക ഒക്കെ ഇട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥ വരും. പൈസ ചിലവാണെന്ന് പറഞ്ഞിരുന്ന 1000 രൂപ മുടക്കിയ ഒരു എക്സ്റേ, 300 രൂപ മുടക്കിയ ഒരു എക്സ്റേ എടുക്കാൻ മടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ നമ്മുടെ ഭൂമി നമ്മളില്ലാണ്ടായി പോകും. അത് മനസ്സിലാക്കിയിട്ട് എല്ലാവരും കൊറോണ വന്ന ആൾക്കാർ ചുമക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് ന്യൂമോണിയ ചെക്ക് ചെയ്യുക. ഒരു എക്സ്റേ ലങ്സിൽ എക്സ്റേ എടുത്ത് നോക്കുക. ഡോക്ടറെ കാണിക്കുക. ഉണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അനുഭവം കൊണ്ട് പറഞ്ഞാണ്.